സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മുൻ DGP ആർ ശ്രീലേഖ. തനിക്കെതിരായ പോക്സോ കേസ് നിലനിൽക്കില്ല. BJPയിൽ പ്രവേശിച്ചതിന് ശേഷം തനിക്കെതിരെ നിരന്തരം വേട്ടയാടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും ശ്രീലേഖ പറഞ്ഞു. FIR-ൽ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല എന്നായിരുന്നെങ്കിലും അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി കണ്ടെത്തിയിരുന്നു. മൈനർ അല്ല, 18 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. അതിനാൽ തന്നെ പോക്സോ കേസ് നിലനിൽക്കില്ലെന്നും വ്യക്തി മരണപ്പെട്ട ശേഷം പേര് പുറത്തു പറയുന്നതിൽ ആർക്കും ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ലെന്നും ആർ ശ്രീലേഖ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIR-നകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ 2003-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പ്രായം 20-നോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബമോ ബന്ധുക്കളോ പ്രതികരിച്ചിട്ടില്ല. നിലവിലെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ്. താൻ രാഷ്ട്രീയത്തിൽ വന്നതിനു ശേഷം നിരന്തരം വേട്ടയാടലുകൾ ഉണ്ടാകുന്നുണ്ട്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കും എന്ന പ്രചരണം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കുപ്രചരണങ്ങളെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ? ഞാൻ സർവീസിൽ ഇരുന്നപ്പോൾ എഴുതിയ ഒരു ബ്ലോഗ് പോസ്റ്റ് അന്ന് സർവീസിലെ സീനിയർ ഓഫീസേഴ്സ് പോലും എനിക്കെതിരെ നടപടിയെടുക്കുകയോ എനിക്കെതിരെ അത് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്തില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇത്രയും നാളായിട്ട് 2022 ഒരു വീഡിയോ, അന്നോ അതിനപ്പുറമോ ഒന്നും ആരും കേസുമായിട്ട് പോയില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ഒരു കേസ് FIR ഇടിക്കുക, അതിങ്ങനെ ഒരു വിവാദമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം തന്നെ ആയിരിക്കണം. ഇതുവരെ BJP അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ആ സാധ്യതയുണ്ട് എന്ന് പലർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയധികം അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ബ്ലോഗിലൂടെയും അതിജീവിതയുടെ പേരുകൾ വെളിപ്പെടുത്തിയെന്നായിരുന്നു ആർ ശ്രീലേഖയ്ക്കെതിരായ പരാതി. സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.